നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം, അതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളതായിരുന്നു. നേരിട്ട് ആരും തന്നെ സഹായിക്കേണ്ടതില്ല, വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ സർക്കാർ ഒരുക്കി നൽകും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ, അതായത് ഓഗസ്റ്റ് 2 വരെ ദുരിതാശ്വാസ നിധിയിൽ 8,38,00,000 രൂപയാണ് സംഭാവനയായി കിട്ടിയതായി അറിയിക്കുന്നത്. CAG ഓഡിറ്റിങ്ങിനടക്കം വിധേയമാകുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നടത്താമെന്നാണ് വ്യക്തമാക്കുന്നത്. ഗൂഗിൾ പേയിലടക്കം ഇതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. എങ്ങനെ വേണോ ജനങ്ങൾക്ക് ഈ തുക കൈമാറാവുന്നതാണ്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിച്ചാലും മതിയാകും. ദുരന്തമുണ്ടായ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള 4 ദിവസത്തെ കണക്കനുസരിച്ചാണ് ഈ വിവരം ലഭിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന തുകയുടെ കണക്കുകൾ ഔദ്യോഗികമായി തന്നെ വെബ്സൈറ്റിലും ലഭ്യമാക്കിയിട്ടുണ്ട്. തികച്ചും സുതാര്യമായ നടപടികളാണ് ഇതിലൂടെ നടക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മറ്റാരെങ്കിലും ദുരിതാശ്വാസ ഫണ്ട് കളക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്കത് നൽകേണ്ടതില്ല എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് പണം നൽകേണ്ടതില്ല. ദുരന്തത്തിന് മുൻപ് 275,04,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ എത്തിയിട്ടുണ്ടായിരുന്നു. ദുരന്തത്തിന് ശേഷം 2 ദിവസം കൊണ്ട് 8,38,00,000 രൂപയുടെ വർധനവും ഉണ്ടായി. 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് ആകെ 4,970 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 4,738 കോടി രൂപയും പലവിധ ആവശ്യങ്ങൾക്കായി, സഹായങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് 1,129 കോടി രൂപ എത്തിയിരുന്നു. അതിൽ 1,111 കോടി രൂപയും സഹായങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന തുകയാണ് 275 കോടി രൂപ. ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരും അടക്കം നിരവധി ആളുകളാണ് മുൻനിരയിലേക്ക് എത്തി നിരവധി തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് നടന്മാരായിട്ടുള്ള മോഹൻലാൽ, കമൽഹാസൻ, ടൊവിനോ എന്നിവരൊക്കെ 25 ലക്ഷം വീതം നൽകിയിട്ടുണ്ട്. നടൻ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ എന്നിവർ ചേർന്നുകൊണ്ട് 35 ലക്ഷം രൂപ നൽകി. ഫഹദ് ഫാസിലും ഭാര്യയും നസ്രിയയും കൂടെ ചേർന്ന് 25 ലക്ഷം രൂപയും, തെന്നിന്ത്യൻ നടിയായിട്ടുള്ള രശ്മിക മന്ദാന 10 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. തമിഴ് താരങ്ങളായിട്ടുള്ള കാർത്തികും സൂര്യയും ജ്യോതികയും ചേർന്ന് 50 ലക്ഷം രൂപയും, പേളിമാണിയും ശ്രീനിഷും ചേർന്ന് 5 ലക്ഷം രൂപയുമാണ് സംഭാവനയായി നൽകിയത്. നടൻ ആസിഫ് അലിയും സംഭാവന ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. തമിഴ് നടൻ വിക്രം 20 ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയത്. നടി നയൻതാരയും ഭർത്താവും സംവിധായകനുമായിട്ടുള്ള വിഘ്നേഷ് ശിവനും ചേർന്ന് 20 ലക്ഷം രൂപയും കേരളത്തിനായി നൽകിയിട്ടുണ്ട്. ഒപ്പം തമിഴ്നാട് സർക്കാർ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5 കോടി രൂപയാണ് കേരളത്തിനായി പ്രഖ്യാപിച്ചത്. അത് പൊതുമരാമത്ത് മന്ത്രി EP വേലു ഓഫീസിലെത്തി കൈമാറിയിട്ടുണ്ടായിരുന്നു. KMML 50 ലക്ഷം രൂപയും, കാനറ ബാങ്ക് 1 കോടി രൂപയും, ഔഷധി ചെയർപേഴ്സണായ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും, വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ വിഴിഞ്ഞം തുറമുഖം, അദാനി പോർട്ട്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, വ്യവസായിയായിട്ടുള്ള രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഉടമ കല്യാൺ രാമൻ എന്നിവർ ചേർന്ന് 5 കോടി രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. തിബത്തൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ആർദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. CPM 25 ലക്ഷം നൽകിയെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കുന്നത്. ഒപ്പം എല്ലാ പാർട്ടി ഘടകങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ 100% വിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നാണ് സർക്കാരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.